പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ്, റോഡ് ടാക്സ്, ലക്ഷറി അല്ലാത്ത ടാക്സ്, ആ ടാക്സ്, ഈ ടാക്സ് അങ്ങനെ നീളുന്നു ഇന്ത്യയുടെ ടാക്സ് ചരിതം. എന്നാൽ നികുതി ചിന്തകളില്ലാതെ ഒരു ചായയും പഴംപൊരിയും കഴിക്കാമെന്ന് വെച്ചാലോ? സമ്മതിക്കില്ല. അവിടെയും സമാധാനം വേണമെങ്കിൽ കയ്യിൽ പൈസ വേണം. കാരണം പഴംപൊരിക്ക് ഇനി മുതൽ 18% നികുതി നൽകണം. എന്നാൽ ഒരു ഉണ്ണിയപ്പമാവാമെന്ന് വെച്ചാലോ? അതിനും നൽകണം 5% നികുതി. എന്താല്ലേ? പരിപ്പുവട, ഉഴുന്നുവട, ബോണ്ട, അട, കട്ട്ലറ്റ്, ബർഗർ, പപ്സ് തുടങ്ങിയവയ്ക്ക് 18% ബേക്കറികൾ നികുതി ഈടാക്കുന്നത്. പക്ഷേ ചിപ്സ്, പക്കാവട, അച്ചപ്പം, മിക്സർ, കാരസേവ, ശർക്കര ഉപ്പേരി, ഉരുളക്കിഴങ്ങ്, കപ്പ, ചിപ്സുകൾ തുടങ്ങിയവയ്ക്ക് 12% GST. പാർട്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്നതിൻ്റെ കീഴിലാണ് പഴംപൊരി വരേണ്ടത്. എന്നാൽ കടലമാവ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിനാലാണ് ഉയർന്ന നികുതി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ പ്രകാരം ഉൽപ്പന്നങ്ങളെ വേർതിരിക്കുന്നത് മൂലമുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇതിന് കാരണം. ഓരോ ഇനത്തിനും അനുബന്ധമായ ഒരു HSN കോഡുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരക്ക് നിർണ്ണയിക്കുന്നത്. ആഗോളതലത്തിൽ HSN കോഡുകൾ സ്റ്റാൻഡേർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ കോഡിനും രാജ്യങ്ങൾക്ക് അവരുടേതായ നികുതി നിരക്കുകൾ നിശ്ചയിക്കാനാകും. ഇന്ത്യയിൽ ഈ നിരക്കുകൾ തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം GST കൗൺസിലിനാണ്. എന്നാൽ തട്ടുകടകൾ പോലെയുള്ള കോമ്പോസിഷൻ ലെവി സ്കീം വഴി GST അടക്കാത്തതും GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുമായ കടകളിൽ ഈ നികുതി ചുമത്തില്ല. ബേക്കറികൾക്കാണ് ഉയർന്ന GST നിരക്ക് പ്രതിസന്ധി ഉണ്ടാക്കുക. സാധാരണയായി കുടുംബശ്രീ പോലെയുള്ള മൈക്രോ യൂണിറ്റുകളാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും ബേക്കറികൾ വഴി വിൽക്കുകയും ചെയ്യുന്നത്. ചെറിയ ഷെൽഫ് ലൈഫ് മാത്രമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടാതെ നിരസിക്കപ്പെട്ടാൽ ഇൻപുട്ട് ക്ലെയിമുകൾ നിഷേധിക്കപ്പെടുകയും ഗണ്യമായ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്യും. എന്തായാലും എണ്ണക്കടികൾ ഓർഡർ ചെയ്യുന്നതിന് മുൻപ് GST ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്.